ആ മെമ്പറെ, ഞങ്ങളെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ മെമ്പറാണ്. എന്താ കാര്യം? ആ അതോ, നിങ്ങൾ അവിടെ പോയൊന്ന് അന്വേഷിക്ക്. ഞാൻ ഒരു മീറ്റിങ്ങിന് പോവാ. ഞാൻ അങ്ങോട്ട് എത്താം. ആ ഓക്കെ. ആ സേട്ടാ, ഇവിടുണ്ട് കണ്ണിപ്പറമ്പുണ്ട്. അല്ല, ഒരു സ്റ്റോങ് ഇല്ല, ഇന്ന് പണിയില്ല. നാളെ ഉണ്ട്. നാളെ ഇപ്പം മൃഗങ്ങളെ കാലാ. ചേട്ടാ പിന്നെ വിളിക്കാം. എത്ര ആൾക്കാരെ ഇപ്പൊ കൊന്നത്. ഇനിയിപ്പോ എന്തോ കൃഷി ചെയ്താലോ അത് പന്നി നശിപ്പിക്കുകയും ചെയ്യും. സ്വഭാവം നന്നാവണം, അല്ലേ പുലിയല്ല ആനയും ചവിട്ടിക്കൊല്ലും. എന്തേ അതെന്തിനാ ഇപ്പൊ എന്നെ നോക്കി പറഞ്ഞത്? സ്വഭാവം അത്രയും നല്ലതാണല്ലോ എന്റെ. കോമ്പിയാണല്ലേ. ചായ 4 ആളാവുള്ളൂ. 16 സേച്ച് ചായ. എല്ലാവർക്കും വേഗം കിട്ടിയും വേണം. ഇത് സ്ട്രോങ് ആട്ടോ. ഇവിടെ എന്താ വേണ്ടേ? മണിപ്പൂരിൽ ആന അടഞ്ഞു. മണിപ്പൂരിലല്ലടോ ആന അടഞ്ഞത്, സ്കൂളിന്റെ മുറ്റത്ത് വരെ പോയാലുള്ള കുഴപ്പതാ. ഒറ്റ നോട്ടത്തിൽ ഞാൻ രണ്ടും കൂടി കൂട്ടി വായിച്ചതാ. സ്വർണത്തിനും തേങ്ങയ്ക്കും വില വെച്ചടി കയറ്റാ. അതിന് തേങ്ങ ഉണ്ടായിട്ട് വേണ്ടേ. പഞ്ചായത്ത് ഇപ്പൊ ആര് ഭരിച്ചാലും പ്രതിപക്ഷോ ഭരണപക്ഷോ നോക്കാതെ നല്ല കാര്യം ആര് ചെയ്താലും ഓരെ കൂടെ നിക്കണം. എന്തേ? അത് ശരിയാ, അതാ ചെയ്യണ്ടേ. ഇപ്പൊ നമ്മളെ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഒരു പദ്ധതി ഉണ്ടല്ലോ, എന്താണ് അതിന്റെ പേര്? ഈ ഭക്ഷണം കൊടുക്കുന്നേ, പത്രത്തിലൊക്കെ അതിനെ വാർത്ത ഉണ്ടായിരുന്നല്ലോ. മൊബൈലല്ലേ പിടിച്ചു വലിക്കുക. ചായ എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ന്യായം പറയാ. ഈ ചെവിയിലെ കുന്ത്രാണ്ട് എടുത്ത് മാറ്റ്. എന്താ ബംഗാളിയായിട്ട് ഒരു പണക്കോ? ഓന്റെ ചായ എടുത്ത് കുടിച്ചു കഴിഞ്ഞിന്ന് നീ പ്രശ്നമാക്കണ്ട. നമുക്ക് ചായ ഞാൻ വേറെ തരൂലേ. ചായ എന്തൊക്കെയാ? അല്ല, എന്താ ഇപ്പൊ ഇന്നത്തെ ചർച്ച? അല്ല മെമ്പറേ, ഈ പഞ്ചായത്തിലൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്? അല്ല, അത് നിങ്ങൾ വാർഡ് മെമ്പർ പറയുന്നില്ല? ഇല്ല, അത് ഞങ്ങളെ മെമ്പർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അതാണ് മാവൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന വിശപ്പ് രഹിത മാവൂർ എന്ന പദ്ധതി. മാഷേ, താങ്ക് യു മാഷേ, താങ്ക് യു. നിങ്ങളെപ്പോലുള്ള കൂട്ടായ്മകളുടെ സഹായം കിട്ടണം, എന്നാൽ ഈ പദ്ധതി നടത്തിക്കൊണ്ടുപോകാൻ പറ്റൂ. ആയിക്കോട്ടെ, എന്നാൽ ശരി, വെക്കട്ടെ, ഞാൻ വിളിക്കാം. ഓക്കെ. മെമ്പർക്ക് എന്തോ ഒരു കോള് കിട്ടീനല്ലോ. അതെ, ഇപ്പം വിളിച്ചതാ മാഷ. പഞ്ചായത്തിന്റെ ഈ പദ്ധതിയിലേക്ക് 1 മാസത്തെ ചെലവേ ആ നടത്തക്കാരുടെ കൂട്ടായ്മ ഏറ്റിട്ടുണ്ട്. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ, പിന്നെ കാണാം. ഹലോ, ഞാൻ ഇപ്പം അങ്ങനെ എത്താം. ഇറങ്ങ എന്നാലേ ശരി, ഒരു അത്യാവശ്യമുണ്ട്, ഞാൻ ഇറങ്ങട്ടെ. കൊലകളുണ്ടല്ലോ, ആരൊക്കെ പതിന്ന് ഇരിഞ്ഞിന്ന്. രാവിലെ ഒരു കൊല ഉണ്ടാക്കും, വൈകുന്നേരം ആകുമ്പോഴേക്ക് തീരും. ഇതൊരു കണക്കൂല്ല. അതും പറ്റാ. പുതിയ ഹോട്ടലൊക്കെ തുടങ്ങിയോ? പുതിയ ഹോട്ടൽ തുടങ്ങിയതല്ല, പിന്നെ ഹോട്ടൽ തുടങ്ങി ഫുഡു
കുടുങ്ങി. ഇപ്പോഴാ എൻ്റെ അവസ്ഥ ഇതാ. എന്നാ ശരി. ആ ഔ. നോക്ക് അങ്ങോട്ട് നോക്ക്. ആ മെമ്പർ വരുന്നുണ്ടല്ലോ. ആളെ മനസ്സിലായോ? ഇല്ല, ആളെ കണ്ടു പരിചയമില്ല. ഹലോ, ഏയ്, നിങ്ങളെ സ്ഥലം എവിടെയാ? അതെ, മൂപ്പർക്ക് സംസാരിക്കാൻ പറ്റില്ലാന്ന് തോന്നുന്നു. ഇതിലൊരു ഫോൺ നമ്പർ ഉണ്ട്, ഞാനൊന്ന് വിളിച്ചു നോക്കാം. വിളിച്ചു നോക്കാം. ഹലോ ഹലോ, ഇതാരാ? ഞാനേ രാജന, മാവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പറാ. ആ മെമ്പറെ പറയ്. ഇത് ബിനി അല്ലേ? അതെ, എന്താ വിളിച്ചത്? സംസാരിക്കാൻ കഴിയാത്ത പ്രായം ചെന്ന ഒരാളെ അടുത്തുനിന്ന് കിട്ടിയതാണ് ഈ നമ്പർ. ഈ ആളെ മാവൂർ അങ്ങാടിയിലെ പീഡിതനിൽ കിടക്കായിരുന്നു. അയ്യോ, അത് രാമേട്ടനായിരിക്കും. അയാളെ വീട്ടിലെ ഈ വിവരം ഒന്ന് അറിയിക്കാമോ? പാവം, ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, അതായിരിക്കും അവിടെ കിടക്കുന്നത്. ആ ആ, ഞാൻ പറയാട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്നാ ശരി ശരി, ഓക്കെ. നിങ്ങളൊരു കാര്യം ചെയ്യേ, ഇയാളെ കൂട്ടിയിട്ടേ പഞ്ചായത്തിന്റെ കൗണ്ടർ ഉണ്ടല്ലോ, അവിടുന്ന് ഒരു ടോക്കൺ വാങ്ങിയിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ചോറ് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യട്ടെ. എനിക്ക് കൃഷിഭവനിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിനൊന്ന് പോകണം. എന്നാ പിടിക്ക്. ഓ, ഒരു ഊണേ. സമൂഹത്തിൽ ഈ ഒരവസ്ഥ ആർക്കും സംഭവിക്കാം. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ആരും നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇതിനുവേണ്ടി മാവൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വിശപ്പുരഹിത മാവൂർ. ജനനന്മയ്ക്കായി നടപ്പിലാക്കി വരുന്ന ഈ പദ്ധതിയുടെ വിജയത്തിനായി നിങ്ങൾക്കും ഒരു കൈ സഹായിക്കാം.